കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഭീകര സംഘടനയുടെ വേഷം ധരിച്ച് ഡമ്മി തോക്കുമായി ദേശീയപാതയിലൂടെ ഒരു പ്രകടനം നടക്കുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ കായംകുളം MSM കോളേജിൽ അവിടുത്തെ കോളേജ് ആർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രകടനമായിരുന്നു അത്. ഹമാസ് ഭീകരരുടെ വേഷം ധരിച്ചുകൊണ്ട് കയ്യിൽ ഡമ്മി തോക്കുമായി 1 കിലോമീറ്റർ ദൂരം ദേശീയപാതയിലൂടെയുള്ള ഒരു പ്രകടനമായിരുന്നു. ഇതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് തേടിയെങ്കിലും അത്ര ഗൗരവമായി കേരള പോലീസ് എടുത്തില്ല ആ വിഷയം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ IB ഇതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. കാരണം പ്രഥമ ദൃഷ്ടിയ തന്നെ UAPA ചുമത്താവുന്ന ഒരു കുറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിനുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ മാസം 7-ാം തീയതി ആയിരുന്നു ദേശീയപാതയിൽ 1 കിലോമീറ്ററോളം നടന്ന ഈ മാർച്ച് നടന്നത്. ഹമാസിന്റെ വേഷം ധരിച്ച മാർച്ചിലെ ഡമ്മി തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു പ്രകടനമായിരുന്നു ഇത്. പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് കളിത്തോക്കുകളായിരുന്നു എന്ന് പറഞ്ഞത് നിസ്സാരവൽക്കരിക്കുകയാണ്. എന്നാൽ നമ്മുടെ UAPAയുടെ പരിധിയിൽ വരുന്ന നിയമമനുസരിച്ച് ഭീകര സംഘടനകളുടെയും ദേശവിരുദ്ധ ശക്തികളുടെയും പതാകയോ ഇല്ലെങ്കിൽ അത്തരം ചിഹ്നങ്ങളോ ഉപയോഗിച്ച് നടന്ന പ്രകടനം പോലും UAPAയുടെ പരിധിയിൽ വരുന്നതാണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ മാർച്ചിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പിടിമുറുക്കുമ്പോൾ ഏതായാലും ഈ പ്രകടനത്തിൽ പങ്കെടുത്തവരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഷ്ടത്തിലാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.